കേരളത്തിൽ മതവിദ്വേഷം പരത്താൻ സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം. കേരള പോലീസിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി PSC നിയമനമെന്നാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. വസ്തുത എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരം പോസ്റ്റുകൾ പലരും ഷെയർ ചെയ്യുന്നത്. ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചു പോകും. കേരളത്തിൽ മതവിദ്വേഷം പരത്താൻ ബോധപൂർവം വ്യാജ പ്രചരണം നടത്തുന്നവരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഈ വ്യാജ പ്രചരണത്തിന് പിന്നിലെ വസ്തുത എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ ചെയ്യുന്നതിൻ്റെ ഭാഗമായി റൊട്ടേഷൻ തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും സംവരണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇല്ല എങ്കിൽ ആ സംവരണ വിഭാഗത്തിന് മാത്രമായി NCA അതായത് നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്ന വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് റൊട്ടേഷൻ തയ്യാറാക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ലഭ്യമായില്ല. തുടർന്ന് NCA വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ആദ്യ വിജ്ഞാപന പ്രകാരം അർഹരായ ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തതിനാൽ രണ്ടാം വിജ്ഞാപനമാണ് വീണ്ടും പ്രസിദ്ധീകരിച്ചത്. ഇത് വരുന്നത് മിക്കവാറും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലുമാണ്. ഇത് പൊതുസമൂഹം പലപ്പോഴും ചർച്ച ചെയ്യണമെന്നില്ല. ഇത് ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് പലപ്പോഴും സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ വസ്തുതകൾ ആളുകൾ അറിയണമെന്നില്ല. ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു വലിയ അപകടം എന്നുള്ളത്, ഇപ്പം ഈ മെസ്സേജ് കിട്ടുന്ന ഒരാൾ വിചാരിക്കുകയാണ്, ഒരു അനർഹമായ ആനുകൂല്യം ഒരു സമുദായത്തിന് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു സമൂഹ വിഭാഗത്തിന് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പം എന്റെ സമുദായത്തിന്, അപ്പൊ അയാളുടെ സമുദായത്തിലേക്ക് അയാൾ ചുരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അനീതിയുണ്ട് എന്ന് കാണിച്ച് അവർ അരക്ഷിതരാണ് എന്ന് കാണിച്ച് അങ്ങനെ സമൂഹത്തിൽ പരസ്പരം അവിശ്വാസം ഉണ്ടാക്കുന്ന വളരെ ഹീനമായിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംവരണ വിഭാഗക്കാർക്കും ഇത്തരത്തിൽ NCA വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാറുണ്ട്. സമാനമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലേക്ക് പുറത്തിറക്കിയ NCA വിജ്ഞാപനമാണ് ഈ കാണുന്നത്. ഇത് ബോധപൂർവം മറച്ചുവെച്ചാണ് വ്യാജ പ്രചരണം നടത്തുന്നത്. PSCയുടെ നടപടിക്രമങ്ങൾ അറിയാത്തവരെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടിൽ വർഗീയ വിദ്വേഷം പരത്തുകയാണ് ഇത്തരം പ്രചരണത്തിന് പിന്നിൽ. വസ്തുത മനസ്സിലാക്കാതെ ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യരുത് എന്നതാണ് വിനീതമായ അപേക്ഷ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.